അത് ഞങ്ങൾ എവിടെ തല്ലൂടുന്നത്? അത് മോളിക്ക് പോയിട്ട് കഞ്ഞി എൻ്റെ മോളിക്ക് എഴുതിട്ടോ. ആ ചകിരി ഇട്ടാ മതി പറഞ്ഞേ. മഴയൊന്ന് പിടിച്ചപ്പോ താലും എന്താ തലയും വാലും കളഞ്ഞിട്ട് വേണം ഇത് വെള്ളത്തിലിട്ട് വെക്കാൻ വിചാരിച്ചിട്ട് കേട്ടോ. ഇന്ന് മക്കളൊന്നും നീച്ചിട്ടില്ല. മക്കൾ നീക്കാനാവണല്ലോ. ചായ അയ്യോന്ന് എന്താണ് പൊന്നൂസല്ലേ? ആ അല്ല മനുഷ്യ പനിച്ചിട്ടൊന്നുമില്ല. അതിന് മുട്ടയിന് ഇന്നലെ ഇക്കിനിയും വേണം പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് എല്ലാരും മുട്ട നിന്നപ്പോ അഞ്ചെണ്ണം ഞാൻ ആദ്യം കൊടുത്തു. വലിയൊരു മുട്ടയും കൊടുത്തു. 6 മുട്ട. എന്താ സാധാ കോഴിമുട്ടയും കൊടുത്തു. അടി 5 മുട്ട മറ്റേതും കഴിച്ചവനെ. അപ്പൊ 8 മുട്ട കഴിച്ചില്ലേ? ഞാൻ എന്നിട്ട് പിന്നെ സുകന്യക്ക് പിന്നെ പുഴുങ്ങ ചെയ്തത് ഞാൻ എടുത്തില്ല. ഞാൻ കോഴിമുട്ട പക്ഷെ അത് ദഹിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. പകലാച്ച പറ്റിയിരുന്നു, രാത്രി കൊണ്ടാണ് കിടക്കില്ല. അങ്ങനെ മുട്ട വേണ്ട. സ്കൂൾ കൊണ്ടുപോകാൻ ഉപ്പേരിയുണ്ട്. കോഴിമുട്ട പൊരിക്കാം. സമയം 7:45 എന്ത് പാത്രം? ഉപ്പേരി പാത്രമൊക്കെ കിട്ടാൻ എന്താ ഉപ്പേരി പാത്രം കിട്ടാണ്ട്. അപ്പോൾ അതാ ഉപ്പേരി ഉണ്ടാക്കി, മുട്ടയും മുരിങ്ങയും ഉണ്ടാക്കി കേട്ടോ. പിന്നെ ഇന്നലത്തെ സാമ്പാറുണ്ട്. അപ്പോൾ കുഞ്ഞൻ്റെയും കിച്ചുൻ്റെയും കഴിക്കൽ കഴിഞ്ഞു. ഇനി ഇവര് അച്ചുപൊടി ഇരുന്നാ ചെവി എനിക്കുണ്ടോ? ചെവി എനിക്കാണ് പറഞ്ഞിട്ട് കേട്ടോ. സാമ്പാർ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. ബാബാ ഇവിടെ ഇരിക്കുവന്ന സന്തോഷം ഇരിക്കുവന്ന ഇരിക്കും. ആക്ക 8:20 ആയിട്ടേ ഉള്ളൂ. 8:45 പോകണ്ടുള്ളൂ. വയറുന്നറിഞ്ഞോ? മതി. നമുക്ക് അവര് അതായിരിക്കണോ അവര് വാരി കഴിക്കാണ്ടല്ല കേട്ടോ. നമുക്കൊരു സമാധാനക്കേട്. അവര് കഴിക്കട്ടെ എന്നുള്ളത്. എന്തപ്പൊന്ന് തമ്പുരാട്ടിക്ക് മുഖം എന്താ തെളിയാത്ത്? എന്നാ മരുന്ന് കഴിച്ചറി. സുകന്യേ ചെവി വേദനയുടെ മരുന്നുണ്ടീ. ഇനി അമ്മൂട്ടിക്ക് വരാനായിട്ടില്ല. ഇനി അമ്മൂട്ടിക്കാണ് എന്താ ഒരുങ്ങാത്ത്. ഇന്ന് ഓടണ്ടോ? ഒരു ചന്ദനക്കുറിയൊക്കെ ഇട്ടുകൂടെ ചുട്ടിയേ? എന്താ മൂടിക്കെട്ടി അച്ചു പൊതുവെ എങ്ങനെ ഇരിക്കാത്ത ഒരാളാട്ടോ. അച്ഛങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കെന്നെ എന്താണാവോ എന്ന് തോന്നുള്ളൂ. അച്ഛൻ ഏത് സമയം ഇങ്ങനെ ഒരു വർണ്ണപ്പട്ടായിട്ട് ഇങ്ങനെ പാറി നടക്കണതാണ് കേട്ടാ. ഇനി കൂട്ടാൻ വെക്കണം. എന്താ കൂട്ടാൻ വെക്കുക? മുതിരപ്പുളി വെച്ചാൽ മതിയോ? മുതിരപ്പുളി വെക്കണോ? മുരിഞ്ഞ കൂട്ടാൻ വെക്കണോ? മത്തൻ്റെ ഇല വെക്കണോ? കറുവത്തും കായും പരിപ്പും വെക്കണോ? അമ്മ കുറച്ച് കൂടുതൽ ചോറിടുന്നുണ്ട് കേട്ടോ കഴിക്കാൻ. കുറച്ചെന്നെ ഉള്ളൂ. എന്താ അവളുടെ നോക്കല്? പേര് തോന വേണോ? എന്താണെന്നറിയാം, ചിലപ്പോൾ കൂട്ടുകാർക്ക്
ഇതന്നെയായിരുന്നു പറഞ്ഞു വെച്ചാൽ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരും കേട്ടോ. ചോറും കഴിക്കില്ല. മുരിഞ്ഞ മുട്ടി ബസ് വരാനാവണല്ലേ. എന്തൊരു കനം ബുക്ക് ഇല്ലേ, 6 ബുക്കില്ലേ. കിച്ചുവിന് ഉപ്പേരി മുട്ടിയാക്കി. ചോറ് സ്കൂളിൽ നിന്ന് കഴിക്കും. ആ ചട്ടിയിലിട്ടിട്ട് കഴിച്ചോക്കെ ഒന്ന്. അച്ചുട്ടിയേ, ഇതിൽ വേറെ പാത്രം വയ്ക്കാൻ ഉപ്പേരി പാത്രം ഉണ്ടായിരുന്നാണ്. അതിൻ്റെ അടപ്പ് അവിടേക്ക് കൊണ്ടേക്കാണേ. അതിനെ അടുത്ത് വയ്ക്കാം കേട്ടോ. ഇന്ന് കറിയൊന്നുമില്ല കേട്ടോ, കറി വെച്ചില്ല. സാമ്പാറുണ്ടായിരുന്നു. ആര് കഴിക്കും? ഈ വേനൽക്കാലത്ത് ആരും വെള്ളം കുടിക്കുന്നു. എന്നാ വെള്ളക്കുപ്പി വാങ്ങുമ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിലോ? വേനൽക്കാലല്ലേ ഇങ്ങനെ കുപ്പിയിൽ വെള്ളം കൊണ്ടാക്കിട്ട് കുട്ടികൾ കുടിക്കുക പാത്രത്തിൽ ഒരു ഗ്ലാസ് കൊടുത്തുട്ട പൈസ. പിന്നെ അതൊരു ഈ മഴയൊക്കെ ഒന്ന് പോട്ടെ, ദാഹം തുടങ്ങട്ടെ. ഇപ്പോഴൊന്നും കുട്ടികൾ വെള്ളം കുടിക്കില്ല. വീട്ടിലേ കുടിക്കില്ല, പിന്നെ അവിടെ കുടിക്കും. ചായ വേണ്ട പോനാ? ചായ എന്തുണ്ണി? അവള് ചായയും ബിസ്ക്കറ്റും കഴിച്ചു. ആരെ അവളുടെ ഇഷ്ടത്തിന് തലകെട്ടടി പെണ്ണേ. എന്ത് കട്ടൻ ചായ ഉണ്ട്, പാൽ ചായ ഉണ്ട്. എനിക്ക് കട്ടൻ ചായ മതി. അതായി കൊടുക്കല്. ആ ഈ വെള്ളം നല്ല കുടിക്കണ്ടല്ലോ. ഈ കട്ടൻ ചായ അല്ലേ കുടിക്കണേ. അപ്പൊ അതുപോലെ കൊടുത്തു വിട്ടോ. കട്ടൻ ചായ കുടിക്കില്ല. ഇപ്പൊ വെള്ളം കുടിച്ചോട്ടോ, മൂത്രത്തിൽ പഴുപ്പ് വരും. പറഞ്ഞില്ല വേണ്ടില്ല. എന്താ ചൂട് സമയമല്ല പറഞ്ഞിട്ട് കാര്യമില്ല. ശരീരത്തിൽ വെള്ളം എന്താ തട്ടിയിട്ടില്ല പറഞ്ഞ പ്രശ്ന. ഒരു കണ്ണൊക്കെ എഴുതി കൂടെ. ഇവർക്ക് പിന്നെ കണ്ണ് എഴുതണ്ട, പൊട്ടിടണ്ട, പൗഡർ ഇടണ്ട, അതൊക്കെ ലാഭം. കയ്യിൽ വള ഇടണ്ട. എൻ്റെ വാച്ച് കെട്ടിക്കോന്ന് കണ്ടോ? അത് വേണ്ട, വാച്ച് വേണ്ട. അവൾക്കൊന്നും ഇഷ്ടമല്ല. അവൾക്ക് ആകെ ഇഷ്ടം ഇതാണ്ടോ, ഈ ഒരു മാല ഉണ്ടോ? ഉണ്ടോ ഇങ്ങനത്തെ ഒരു മാല ഉണ്ടാവും. എവിടെ? ഈ ഒരു മോതിരം. ഇത് എത്ര 6 മാസമായി. അത് അമ്മൂൻ്റെ പഴയ മോതിരം വച്ചുവിട്ടേക്കുന്നു. അതും എന്താ ഇവിടെ കണ്ടോ. പിന്നെ ഒരു മൊട്ട് കമ്മലും കഴിഞ്ഞു. ഇന്നലെ ഇതിൽ കണ്ടോ, ന്യൂസിലല്ല വീഡിയോ കണ്ടേട്ടാ, കുട്ടിയോള് ലിപ്സ്റ്റിക് ഇടുമ്പോ ക്യാൻസർ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. ഇവരൊന്നല്ല, ചില കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോ അല്ലേ എങ്ങനെ ഇട്ടിട്ട് പോകണ്ടാവുന്നറിയാം. ഇന്നലത്തെ ഇതില് പറഞ്ഞിരുന്നു ലിപ്സ്റ്റിക് വേണം പറയുമ്പോ ഞാൻ വേണ്ട. അപ്പൊ കുട്ടികൾക്ക് കൊടുക്കരുത് പറഞ്ഞിട്ടില്ലേ സൂന്യെ? അവരുടെ എന്താ ശരീരത്തിന് കേടാത്ര അത്. എന്താ പക്ഷെ കുട്ടികൾക്ക് സ്കൂളിൽ അത് നിരോധിക്കണം പറഞ്ഞിട്ട് കണ്ടേട്ടൻ കണ്ടോ ന്യൂസ്? ടീച്ചർമാര് പറയും, കുട്ടികളാരും കേൾക്കില്ല. അതേപോലെ മുടി കളർ ചെയ്യാൻ പാടില്ല അത്ര. മുടി കളർ ചെയ്യുന്നതിനും പറയുന്നുണ്ട്, കുട്ടികൾ ചെയ്യാൻ പാടില്ല. എന്താ അതൊന്നും പറഞ്ഞു നടക്കില്ല. പക്ഷെ നമുക്ക് ഇവിടെ മക്കളോട് പറഞ്ഞു കൊടുത്താൽ അവരനുസരിക്കും. അവിടെ പോയിട്ട് അത്രക്ക് ഇടുന്നതേ. അപ്പൊ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ടാറ്റാ ബൈ ബൈ. അപ്പൊ ഇവരെ പോട്ടെ കേട്ടോ. കൊതുകൊന്നും കാണാല്ല. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെ. ഉണ്ട് കേട്ടോ. ഭയങ്കര ഒരു ബുദ്ധിമുട്ടിക്കലാണ് അല്ലേ? അത് കൊതുകൊന്നുമല്ല, അത് ബുദ്ധിമുട്ടിക്കുക. കൊതുണ്ട്. ഏതാണ്ടോ ഇടയിൽ കൂടെ കൊതുണ്ട്.
ഇടയിൽ കൂടെ ഉണ്ടല്ലേ. ഉം. മറ്റേ സാധനമാണ് കൂടുതൽ, തേനും വയമ്പും. ചക്ക ഉള്ളതും കൊണ്ടില്ലേ എന്തോ ഒരു ഇതാ വെച്ചിട്ടാ. അപ്പോൾ നമ്മുടെ അടിക്കൽ തൊട്ടിക്കൽ അങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. തുണി തിരുമ്പാൻ ഇട്ടപ്പോഴേക്കും എന്തായി എന്നറിയോ, തുണി കറണ്ട് പോയി അല്ലേ. ഇത്ര പാത്രങ്ങളും കൂടിയും കഴുകാണ്ട് വീട്ടിൽ നിന്ന് അമ്മ വരുന്നുണ്ട് പറഞ്ഞു കേട്ടോ. വയമ്പിനൊക്കെ കളയതിൻ്റെ വഴിയിൽ ഏ വയമ്പിന് ചമ്മലൊക്കെ കളയതിൻ്റെ വഴിയിൽ. ഉറുമ്പ് പറ്റുമോ അതിൽ? ഉറുമ്പൊന്നും പറ്റില്ല. ഈ കുന്തം കൊണ്ട് അടിച്ചിരുന്ന് കുറേ ഇത് ചാവുന്നു. പൊന്നൂസ് അങ്കലവാടി പോയി. ഇനി കൂട്ടാൻ വെച്ചിട്ടില്ല കേട്ടോ. കൂട്ടാൻ എന്തെങ്കിലും വെക്കണം. ഇപ്പോൾ ഇതാ കുട്ടിയോട് പോയപ്പോൾ കാണിച്ചു കൊടുക്കട്ടെ വീടിൻ്റെ ഉള്ളിൽ കുട്ടിയോടുള്ള പോലെയാണോ. കുട്ടിയോടില്ലെങ്കിലേ വീടൊക്കെ നല്ല വൃത്തിയിൽ കിടക്കേ. അപ്പോൾ കാണിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാമല്ലോ. കുട്ടിയോട് ഉണ്ട് പറഞ്ഞു. പോയാലും കുട്ടികൾ സെറ്റിയുടെ കവറൊക്കെ കണ്ടോ എങ്ങനെ വൃത്തിയിൽ കിടക്കുന്നറിയോ. ഇനി വൈകുന്നേരം ആകുമ്പോൾ വരുമ്പോഴേക്കും ഇപ്പോൾ ആരെങ്കിലും ഇരിക്കേണ്ട ഒരാൾ വേണ്ടേ, എന്നാലും ചിലപ്പോൾ അത് അവിടെ നിന്ന് മാറും. ഇനി അമ്മ വരുന്നുണ്ട് പറഞ്ഞിരുന്നു. അമ്മ നാളെ ഏട്ടൻ കൊട്ടിയൂർക്ക് പോകാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് ടിക്കറ്റൊക്കെ എടുത്തു അത്ര കേട്ടോ. അവിടുന്ന് ബസ്സിൽ പോകേണ്ടി പറഞ്ഞിട്ട് അമ്മ ഉണ്ടോ പോണ്. അമ്മയ്ക്ക് പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളാരും ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. അവിടുത്തെ കഴിഞ്ഞ സുകന്യ ഇപ്പം അങ്ങോട്ട് പോയുള്ളൂ കേട്ടോ. എന്താ തുണി തിരുമ്പാണ്ട് പറഞ്ഞിട്ടേ അപ്പയ്ക്ക് എന്താ കറണ്ടും പോയി. ഇപ്പോൾ ഞാൻ വിചാരിച്ചു മത്തൻ്റെ ഇല ഉള്ളിയും മുളക് അരച്ചിട്ട് താളിക്കുകയും ചെയ്യാം. കൊത്തമരയ്ക്ക് ഉപ്പേരിയുണ്ട്, പപ്പടം, അത് മതി. വൈകുന്നേരം ആകുമ്പോൾ ഇനി കൂട്ടാൻ വയ്ക്കാൻ വിചാരിച്ചു അല്ലേ. സാമ്പാറുണ്ട് ഇരിക്കണം കുറച്ച്. സാമ്പാർ വേണ്ടവർക്ക് സാമ്പാർ. ഇന്നലത്തെ സാമ്പാറാണ്. പിന്നെ മുട്ടക്കറി ഉണ്ടാക്കിയില്ലേ ഇന്നലെ. അപ്പം അത് കാരണം കുട്ടികളൊന്നും കറി കൂട്ടിയിട്ടില്ല കേട്ടോ. എല്ലാ വീട്ടിലും ഇതേപോലെ തന്നെ ആയിരിക്കുമോ കറി കൂട്ടാത്ത മക്കൾ. ചിക്കനോ ഒക്കെയാണ് പറഞ്ഞു വെച്ചാൽ ഒരു കഷ്ണം കളയില്ല. പച്ചക്കറിയാണ് പറഞ്ഞു വെച്ചല്ലേ അവർക്ക് ഉപ്പേരി മാത്രമേ പറ്റുള്ളൂ. ഇനി പിന്നെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അതൊരു ഉച്ച ഒരു 3 മണി വരെ നമുക്ക് കുഴപ്പമില്ല. 3 മണി കഴിഞ്ഞ് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കൊടുക്കണം. ഇന്നിപ്പോൾ എന്തായിട്ട് ഉണ്ടാക്കുക? ചക്ക പറിച്ചിട്ട് ചക്ക വറുത്താലോ വിചാരിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ചക്കപ്പുഴുക്കായാലും അമ്മൂനും ഇഷ്ടം കേട്ടോ ചക്കപ്പുഴുക്ക്. മത്തൻ്റെ ഇല എന്ന് പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മത്തൻ്റെ ഇല പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിമുളക് അരച്ചിട്ട് മത്തൻ്റെ ഇല താളിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. അല്ലെങ്കിൽ പരിപ്പ് ഇട്ടിട്ട് കറിയും വെക്കാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചെയ്യില്ലേ. ചൂടോടെ കഴിക്കുമ്പോൾ രസമല്ലേ. ഇന്ന് പൊന്നൂസിന് പാത്രം കൊണ്ടുപോയില്ലല്ലോ. ഒരു പാത്രം ചുക്കുവെള്ളം വെക്കണം. നമ്മുടെ പണികൾ എന്തായി? പണികൾ ഏകദേശം കഴിഞ്ഞു കേട്ടോ. കറണ്ടും കൂടി ഉണ്ട് പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ എത്ര വേഗമായി എന്നറിയാം. ഞാനപ്പല്ലേ കുറച്ച് അലിയാൻ കഴിക്കാൻ വരും. അപ്പയ്ക്കും അതല്ല പറഞ്ഞ് അലിയാൻ കഴിക്കാൻ വരും. അപ്പയ്ക്കും കറിക്ക് മത്തൻ്റെ ഇല നുള്ളട്ടെ കേട്ടോ. മത്തനിലയ്ക്ക് വേണ്ടിയിട്ട് തെണ്ടി തരുന്ന ഒരു സമയത്ത് നമ്മുടെ മത്തനില അല്ല, നമ്മുടെ മത്തനില ഞാൻ ചോദിക്കില്ല. അറിയാം കൊണ്ടക്കോളും അങ്ങോട്ട് പറയില്ല. എന്താ ചോദിക്കാണ്ട്? ചോദിച്ചോ? കൊണ്ടയില്ലേ 2-3 കൂട്ടര്. അതല്ല 2-3 കൂട്ടരല്ലേ കൊണ്ടുള്ളൂ. ഇനിയും 2-3 കൂട്ടർ കൊണ്ടല്ലോ ക്ഷീണം തട്ടൊന്നുമില്ല. 2-3 കൂട്ടർ ഇനി കൊണ്ടുപോയാലും ക്ഷീണം തട്ടൊന്നുമില്ല. അറിയാം മത്തൻ്റെ ഇലല്ലേ ഇതിങ്ങനെ എന്താ ഇല വല്ലാണ്ട് ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. പോയി കഴിഞ്ഞാൽ പിന്നെ ഇല മൂത്ത് പോയാൽ പിന്നെ ഒന്നും പറ്റൂലല്ലോ. ഇതിൻ്റെ ഇല കൂട്ടാൻ വെച്ച് കഴിക്കുക. ഈ മത്തൻ്റെ ഇലയ്ക്കാണ് നല്ലത്. മത്തൻ എങ്ങനെ പറയുക,
മത്തനെക്കാട്ടിലും നല്ലതല്ലേ മത്തൻ്റെ ഇല. അതാ രാധയെടുത്തിട്ട് അവിടേക്കൊക്കെ കണ്ടോ നല്ല രീതിയിൽ പോയിട്ടുണ്ട്. തൂമ്പല്ല മതിയില്ലേ? നല്ലത് പൊട്ടിച്ച് മതി. ഏതായാലും ആരും വരുന്നൊന്നുമില്ലല്ലോ. ചേട്ടനിപ്പോ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ മത്തൻ്റെ ഇലയ്ക്ക് വരാതെ ആൾക്കാർ ആരെങ്കിലുമൊക്കെ വരുന്നാലും ആവശ്യം ഇഷ്ടമുള്ളൊരു വരാതിരിക്കുക കണ്ടു കഴിഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ കാണാത്തോണ്ടായിരിക്കും. എന്താ ചെന്നൈയിലും ദുബായിൽ നിന്നൊക്കെ കാണുന്ന ആൾക്കാർ ഈ മത്തൻ്റെ ഇലയ്ക്ക് വേണ്ടിയിട്ട് അവർ പൈസ മുടക്കിയിട്ട് വരില്ല. ഈ ഏട്ടൻ എന്താ എന്തിനിപ്പോൾ ചെന്നൈയിൽ നിന്ന് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വരാമല്ലോ. അവരൊക്കെ വന്ന് കൊണ്ടുപോകണ്ടേ? നിങ്ങൾ കാണാത്തതിന് എന്താ ചെയ്യുക? എന്നാ മതി. ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകണം. ഇത് ഇങ്ങനെ നിന്ന് കേടുവിനെക്കാട്ടിലും നല്ലത് ആരെങ്കിലും കൊണ്ടുപോകല്ലേ. അതിലൊക്കെ ആൾക്കാർ കൊണ്ടുപോകണ്ടേ? മതി പോരെ മതി. മത്തൻ്റെ ഇലേ ഏട്ടൻ പറയണേ മത്തൻ്റെ ഇല ആർക്കും വേണ്ടാന്ന്. എനിക്ക് വേണം. എനിക്ക് വേണ്ട നല്ല സൂര്യ പറഞ്ഞത്. ഞാൻ പച്ചക്കറി തീറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ തന്നെ പച്ചക്കറി ഇവിടെ തിന്നുന്നതിനകത്തുള്ളൂ. നിങ്ങളൊക്കെ തന്നെ പച്ചക്കറി തിന്നിട്ട് ഞാൻ തിന്നത് ഒരു 10 ഭാഗങ്ങൾ തിന്നാൽ മതി. എല്ലാവരും കഴിക്കുന്നുണ്ട്. അതിനെ കഴിക്കണം. ഇത്ര മതി താളിപ്പിനല്ലേ. സതിയേട്ടൻ ഇങ്ങോട്ട് വന്നിരുന്നോ? കർമ്മയത്തിൻ്റെ ഉള്ളിൽ പെട്ടു. സതിയേട്ടൻ ഇങ്ങോട്ട് വന്നിരുന്നടി. ഇറങ്ങാൻ പറ സുഖം. ഇവിടെ എവിടെയെങ്കിലും ഇറങ്ങാൻ. എവിടേക്ക് മേലെ കൂടെ ഇങ്ങനെ പോണ്? കാർമയത്തിൻ്റെ ഇടയിൽ ഒളിഞ്ഞു നിൽക്കും. എന്താ ഒരു ഗതികേട്. ഒരു ഫ്ലൈറ്റിന് മേലെ കൂടെ പോകാൻ പാടില്ല പറഞ്ഞാൽ എന്താ ചെയ്യാ? അത് വിമാനത്തിൽ കയറിയ ആള്. നമ്മള് തന്നെ അടുത്ത് കണ്ണോട് ചെയ്തിട്ടില്ലേ? ഹണിമൂണിന് കൊണ്ടുപോകണമായിരുന്നേ. നിങ്ങളെന്താ കൊണ്ടുപോവാന്? അല്ലേ ഹണിമൂണിന് വിമാനത്തിൽ കൊണ്ടുപോകണമെങ്കിൽ ആ സമയത്ത് പറ്റിയ സമയമായിരുന്നു. അപ്പോഴത്തെ വിമാനത്തിൽ കൊണ്ടുപോകണല്ലേ സൂര്യനെ? പിന്നെന്താ സൂര്യനെ കൊണ്ടുപോയി? അതന്ന് കൂട്ടുകാരെല്ലാം കൊണ്ട് പോയത്. ഇടയ്ക്കിടയ്ക്ക് പോണം പറഞ്ഞേ. നമുക്കല്ല ഒരു പ്രാവശ്യം കൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. എങ്ങനെ പോവാന്ന് അറിയില്ല. പോവാ മൂകാംബികയ്ക്കാ? ഫ്ലൈറ്റിൽ പോകാൻ പറ്റുക? അതെ നോക്കാം. ആവട്ടെ. ഇവിടെ അടുത്ത കൂടെ ഒക്കെ ഒന്ന് പോയിട്ട് സതിയേട്ടനെ അടിച്ചു പൊളിച്ചേക്കണ ജീവിതം. കാരണം എന്താണെന്നറിയോ? ഈ സതിയേട്ടന് 2 ഏട്ടന്മാരായതും കൊണ്ട് അനിയേട്ടന് 2 ഏട്ടന്മാരുണ്ടാവേണ്ടത്. അതിലേട്ടാ ഇന്ന് അനിയേട്ടൻ എവിടെയൊക്കെ പോകുമ്പോട്ടാ. അല്ലെങ്കിൽ അങ്ങനെ അജിയേട്ടൻ എവിടേക്കൊക്കെ പോയിട്ടുണ്ട്. അജിയേട്ടൻ മൂകാംബിക പോയിട്ടുണ്ട്. അനിയേട്ടൻ തന്നെ എവിടേക്കും പോകാത്തത്. അനിയേട്ടന് മൂത്തതായതും കൊണ്ട് നമുക്കത് കാശികളിൽ പോകേണ്ട ആവശ്യമില്ല. സൂര്യന് അനിയേട്ടന് മൂത്തായതും കൊണ്ടേ അച്ഛനല്ലേ എന്താ ഇങ്ങനെ പറയാ പ്രാരാബ്ദങ്ങൾ മൂത്ത ആൾക്ക് വരും. അച്ഛന് ശേഷമല്ല, അച്ഛൻ്റെ ഒപ്പം മൂത്താണല്ലോ ഇപ്പൊ ഞാന്. അങ്ങനെ പറ. അതാണ് പറയുക മൂത്താള്. ശരി. എനിക്ക് ഞാൻ ചിന്തിക്കും ചില സമയത്ത് എനിക്ക് മൂത്തത് 2 പെൺകുട്ടികളായതും കൊണ്ടില്ലേ അവരുടെയൊക്കെ കാര്യം കഴിയുമ്പോഴേക്കാണ് കിച്ചു തലപുത്തുള്ളൂ കേട്ടാ. അവയ്ക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം അവർക്ക് സുഖമായിരിക്കും. എന്നാൽ ആ സമയത്ത് എൻ്റെ കിച്ചു മൂത്തതാണെങ്കിലോ സുകന്യയെ എൻ്റെ കിച്ചുവിന് എന്തൊക്കെ ബാധ്യതകളുണ്ടാവും. പെൺകുട്ടികളെ പഠിപ്പിക്കണതൊക്കെ ചിലപ്പോൾ നമ്മൾ ചെയ്യണ്ടാവും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കല്യാണത്തിൻ്റെ ബാധ്യതകൾ എല്ലാ വീട്ടിലും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ശരിയാണോ എന്നറിയില്ല. ചില വീട്ടിൽ അങ്ങനെ ആയിരിക്കില്ല. എന്താ ഈ അനിയേട്ട എവിടേക്കും പോയിട്ടില്ല. ആകെ പോയേക്കണ് കോഴിക്കോട് കഴിഞ്ഞിട്ട് പിന്നെ പോയേക്കണ് ഒറീസ. അതൊക്കെ പണിക്ക് പോയതാ. അല്ലാതെ കാണാൻ ടൂർ പോയതൊന്നുമല്ല. എങ്ങനെ ടൂർ പോകാന്ന് എനിക്ക് അറിയില്ല. എന്നല്ലേ സ്ഥലങ്ങളുടെ കാര്യം പറഞ്ഞു. അതുകൊണ്ട് എന്താണെന്നറിയോ ഞങ്ങൾ എവിടേക്കും കൊണ്ടുപോയില്ല. അതും വേറെ കാര്യം. ഭയങ്കര പേടി പറഞ്ഞാൽ ഭയങ്കര പേടി കേട്ടോ. നമുക്ക് അറിയില്ലല്ലോ അതെങ്ങനെയൊക്കെ പോവാന്ന്. അല്ലേ സൂന്യെ? എവിടേക്കെങ്കിലും ഇപ്പോൾ നമ്മളില്ലേ ഇപ്പോൾ മലമ്പുഴ പോവുക, കവയിൽ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചപ്പായട്ടൻ പറയും അവിടേക്ക് വരും.
ആന വരും. മലമ്പുഴയ്ക്ക് പോകണ നിൽക്കൊരു പ്രശ്നമില്ല. മലമ്പുഴയ്ക്ക് പോയി ഏട്ടൻ എന്നിട്ട് എന്താ പറയാ, ആന വരും അവിടേക്ക് പോകണം. ആന വരുമ്പോൾ കാട്ടിനുള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ ആനയില്ലാണ്ട് പിന്നെ താട വരും. ഇന്നലെ കണ്ടോ ഒരു കുട്ടി മരിച്ചത്, കൊടുക്കാട്ട് കൂടെ പോയി കഴിഞ്ഞാൽ ഒരു കുട്ടി മരിച്ചത് കണ്ടോ? അവിടെ ആനയിലോട്ട് കൂടെ പോയി കഴിഞ്ഞാൽ ആന വരായിരിക്കും. മലമ്പുഴയിൽ എന്താ ഒഴുക്കിൽപ്പെട്ടിട്ട്, ഒഴുക്കിലല്ല മുങ്ങി മരിച്ചൊക്കെ ആ കുട്ടീനെ അവിടെ നിന്ന് കണ്ട് കാണുമ്പോൾ നമ്മളില്ലേ പുഴയൊക്കെ കാണുമ്പോൾ ശാന്തമായി ഒഴുകുന്ന കാണുമ്പോൾ നല്ല രസമാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിൽ കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാകും. അതോ അത്രയും വലുതാണ് കളിക്കുമ്പോഴാണ് വെള്ളത്തിൽ കളിക്കൽ. അവരുടെ അച്ഛനും അമ്മയും. അതേപോലെ ഇന്നലെ വേറെ ഒരു ന്യൂസ് കണ്ടിരുന്നു. പെരിന്തൽമണ്ണയിൽ ഒരു കുട്ടി തലവേദനയായിട്ട് +2 പഠിക്കുന്ന കുട്ടി മരണപ്പെട്ടു അത്രേ. തലവേദന ഈ ഒരു ദിവസം കൊണ്ട് തന്നെ. അപ്പോൾ ഇതൊക്കെ സഹിക്കാനുള്ള തലവേദന കിട്ടോ? തലവേദന ഇട്ടു. അപ്പോൾ തലയിൽ രക്തസ്രാവമായിട്ട് കുട്ടി മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇന്നലെ കണ്ടു. നല്ല ചന്തമുള്ളൊരു മകൻ. നമ്മോ ഇത്ര അവർക്ക് ക്ഷമിക്കാനുള്ള എന്തൊക്കെയോ കേൾക്കണു. എന്തൊക്കെ കേൾക്കണു ലോകത്ത്. സഹിക്കാനും ക്ഷമിക്കാനുള്ള കരുത്ത് ദൈവം കൊടുക്കട്ടെ ഭഗവാനെ. മക്കളെ ഇത്രയും ആക്കി വലുതാക്കിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കണ പോലെ എടുക്കുമ്പോൾ അത് താങ്ങാൻ നമ്മളെക്കൊണ്ട് സാധിക്കുമോ? അപ്പോൾ പറയുക നമുക്ക്. എനിക്കൊക്കെ സത്യം പറയുകയല്ലേ, അമ്മൂന് ഇപ്പോൾ സൈക്കിൾ വാങ്ങിക്കൊടുക്കാൻ വീട്ടിൽ നിന്ന് അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, അവൾക്കൊരു സൈക്കിൾ വാങ്ങിക്കൊടുക്കുക, അവൾ അച്ചുമ്പാടെ സൈക്കിളിൽ പോകുന്നു. എനിക്ക് പേടിയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ നിന്ന് അവിടേക്കൊരു 3 കിലോമീറ്റർ ഉണ്ട് പോവാൻ. ഈ വണ്ടി ഓടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പോകുമ്പോൾ മെയിൻ റോഡിൽ കൂടെയാണ് കുട്ടികൾ പോവുക. ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഒരു ലെവലും ഇല്ലാത്ത ആൾക്കാരാണ്. ചെക്കൻ കുട്ടികളുടെ കയ്യിൽ ബൈക്ക് കിട്ടിയ എത്രയോ വീതിയുള്ള റോഡിൽ ഞാൻ അതിൻ്റെ സൈഡിൽ കൂടെ നടക്കുക, മണ്ണിൽ കൂടെ നടക്കുക. എൻ്റെ കയ്യിൽ തട്ടി വെച്ച് അടുത്ത കൂടെ പോയപ്പോൾ ഞാൻ തന്നെ അന്തം വിട്ടു. എന്ന് ഇതാപ്പം ഇന്ന് രാവിലെ അതിൻ്റെ പറയണതേ കുട്ടികൾക്ക് എത്ര സ്ഥലം അപ്പോൾ ഈ അന്തം വിട്ടിട്ട് ഓരോരുത്തർ വരുന്നത്. ഈ കുട്ടികൾക്ക് ഒരു ഇതുമില്ല അങ്ങനെ. അപ്പോൾ എനിക്ക് പേടി കേട്ടോ. ഞാൻ സെക്കൻഡ് ഹാൻഡ് ഇപ്പോൾ സൈക്കിളൊക്കെ കിട്ടും ഒരു കുട്ടികൾക്ക് പഠിക്കാം. എൻ്റെ അമ്മ എന്നിട്ട് ഇത്രയും ദൂരം അവർ നടക്കണ്ടേ, ഇത്രയും ദൂരം നടക്കണ്ടേ പറയും. അപ്പോൾ ഞാൻ പറയും നടക്കണതല്ലല്ലോ അമ്മ, ഇങ്ങനെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റില്ല. അത് റോഡ് ഇവിടെ നിന്ന് ഉമ്മനേഴി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സുൽത്താൻ റോഡ് ക്ലോസ് ചെയ്തിട്ട് വേണം സ്കൂളിലേക്ക്. രാവിലെ കുളിച്ചിട്ട് കെട്ടിയതാണ് ആ തലയിലൊരു കെട്ട്. എപ്പോന്നറിയോ? 6:30. 6:30 കെട്ടിയ കെട്ടൽ കഴിഞ്ഞിട്ട് ഇതുവരെ ആ കെട്ട് അയച്ചിട്ടില്ല. ഞാൻ എൻ്റെ മുടി കെട്ടറുത്തു. ഇനി താടി തേക്കണം കേട്ടോ. നല്ല താരം വന്ന് പൊത്തിക്കണു. അപ്പം ഞങ്ങളല്ലേ വീട്ടിൽ നിന്ന് അമ്മ വരുന്നുണ്ട് ഇത്രേ. അപ്പം ഞാൻ കെട്ടിയ കെട്ടൊക്കെ അയച്ചപ്പോൾ സുകന്യ ഇങ്ങനെ ആ കെട്ടിലാണ് നിൽക്കുന്നത് തന്നെ. സുകന്യ എവിടെ എത്തേണ്ടതാണ്, കെട്ടിൽ പെട്ടുപോയത്. സുകന്യക്ക് മനസ്സിലായില്ലടി പെണ്ണ് എന്തായിട്ട് പറയണെന്നുള്ളത്. അനിയൻ കെട്ടിയതും കൊണ്ട് നിർത്തിക്കാണ്, അല്ലെങ്കിൽ എവിടെ എത്തേണ്ടതായിരുന്നു എന്ന്. അനിയനല്ല ഈ ഇല്ലെങ്കിൽ അവള് വല്ല തമിഴ്നാട്ടിൽ നിർത്തിയാണ്. അവൾക്ക് തമിഴ്നാട് ഭയങ്കര ഇഷ്ടാട്ടോ. എനിക്കൊന്നും തമിഴ്നാട് എന്ന് പറയുമ്പോൾ അത്ര വലിയ പിടുത്തം തോന്നില്ല. മുല്ലപ്പൂ കിട്ടും സുകന്യ, മുല്ലപ്പൂവും മഞ്ഞപ്പൊടി മുഖത്തേക്ക് കേട്ടാ അത് കിട്ടും. വെറുതെ പറയുക കേട്ടോ, അത് തമാശക്ക് പറയണേ. ഏതൊരു നാടാണോ വെച്ചാലും നമ്മളെക്കാട്ടിലും ജീവിക്കാൻ സുഖം തമിഴ്നാട് അത്രേ. ഇവിടെ മാമൻ്റെ മകളുടെ വീട് അവിടെ ആയിരുന്നു. അപ്പോൾ അവർ പറയും 10 രൂപയ്ക്കൊക്കെ പച്ചക്കറിയും എല്ലാം. 10 രൂപ പറഞ്ഞു കഴിഞ്ഞാൽ 2-3 തരം സാധനങ്ങളൊക്കെ കിട്ടുത്രല്ലേ ഏട്ടാ. സുഖമുള്ള നാടാത്രേ അവിടെ. നമ്മുടെ പോലെ ഇവിടെ 1000 രൂപ കൊണ്ടുപോയി ഈ 1000 രൂപ അന്ന് ചിലവാവില്ലേ, പക്ഷെ അവിടെ ജീവിക്കാന്ന്. പക്ഷെ അവിടെ അതിനനുസരിച്ചിട്ടുള്ള പിന്നെ ഗവൺമെൻറ്റും ഒക്കെ, ഇപ്പോഴത്തെ ഗവൺമെൻറ്റൊക്കെ എന്താ എൻ്റെ അപ്പോൾ ഒക്കെ വയ്യ. വിജയ് കണ്ടോ, ബാഗ് കൊടുത്തതിൽ ഒരു ഫോട്ടോയോ ഒന്നുമില്ല. അല്ലെങ്കിൽ ആരെന്ത് കൊടുത്താലും സംഭാവന കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോ ഇല്ലാത്തൊരു സംഭാവന ഉണ്ടാവില്ലേ അല്ലേ? എല്ലാതും ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇതിൽ പറയല്ല, ഇവിടെ എന്ന് പറഞ്ഞു വെച്ചാൽ ഇന്നയാൾ ഇന്നത് തന്നു എന്ന് എഴുതി വെക്കില്ലേ, അപ്പം അതുപോലെ പിന്നെന്താ ഇന്നൊരു അപ്പോൾ ഭയങ്കര. എനിക്ക് പിന്നെ ഞാൻ എപ്പോഴും പറയാറില്ല, എനിക്ക് മൂപ്പരാളെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. അപ്പോഴേ എൻ്റെ അമ്മ വരുന്നുണ്ട് ഇത്രേ അവിടെ നിന്ന് വീട്ടിൽ നിന്ന്. അമ്മ വന്ന് അപ്പം തന്നെ പോട്ടോ. എന്തൊക്കെ ഉണ്ട് ഇത്രേ, എന്തെങ്കിലും അമ്മ ഏട്ടന് ബേക്കറി ആയതുകൊണ്ടില്ലേ വരുമ്പോൾ ഇനി കച്ചവടം കഴിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. എണ്ണക്കടിയൊക്കെ കൊണ്ടുവന്ന് തരും ഇടയ്ക്ക്. വേഗം വന്ന് എണ്ണക്കടി എന്താ വേണ്ടി ചോദിച്ചപ്പോൾ പരിപ്പുവട മതി. ഇനി അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാട്ടോ.